പതിനായിരക്കണക്കിന് ആലിമീങ്ങളെ വളർത്തിയെടുക്കുന്ന, അതേപോലെ ആയിരക്കണക്കിന് യതീമുകളെ വളർത്തുന്ന, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇൽമ പകരുന്ന, എത്രയോ സാധു ജനങ്ങൾക്ക് സാന്ത്വന പ്രവർത്തനം നടത്തുന്ന, എത്രയോ ആളുകൾക്ക് പലവിധത്തിലും സഹായങ്ങളും സഹകരണങ്ങളും നൽകുന്ന, നമ്മുടെ സമൂഹത്തിന്, രാജ്യത്തുള്ള പുതിയ തലമുറക്ക് വിദ്യാഭ്യാസം നൽകുന്ന, ആയിരക്കണക്കിന് സംരംഭങ്ങൾക്ക് മുഴുവനും നേതൃത്വം നൽകുന്ന ഒരു പണ്ഡിത സഭയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് പണ്ഡിതന്മാരുടെ ഒരു സഭയാണ്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറുല്ലാഹു മർഖദുഹു മുതൽക്ക് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറുല്ലാഹു മർഖദുഹു മുതൽക്ക് വലിയ വലിയ ആലിമീങ്ങൾ നേതൃത്വം നൽകി വന്ന ആ മഹത്തായ പ്രസ്ഥാനം, അത് ഖിയാമത്ത് നാൾ വരെ അവർ ഏതൊരു ആദർശത്തിലും ആശയത്തിലുമാണോ ജീവിച്ചു വന്നത്, ഏതൊരു ആദർശവും ആശയവുമാണോ അവർ പ്രചരിപ്പിച്ചത്, അതിന് ഒരു അണു അളവ് വ്യത്യാസം വരുത്താതെ, ഒരിക്കലും ഭൗതിക താല്പര്യങ്ങളുടെ മുമ്പിൽ അടിയറ വെക്കാതെ, ആ ഉലമായി കാണിച്ചു തന്ന വഴിയിലൂടെ സമൂഹത്തെ നയിക്കാൻ വേണ്ടി ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുടെ കൈവശത്തിലേക്ക് അവരിൽ നിന്ന് കൈമാറി വന്നതാണല്ലോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ബഹുമാനപ്പെട്ട ശൈഖുന കൻസുൽ ഉലമ ഉസ്താദ് അവറുകളൊക്കെ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയത് എന്ന് നമുക്കറിയാം. അവരെല്ലാവരും ഇവിടെ കാണിച്ചു തന്നതും പഠിപ്പിച്ചു തന്നതും കൈമാറിയതുമായ ആ ദീനീ പ്രവർത്തനം ഇവിടെ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് സമസ്തയുടെ സെന്റിനറി പ്രവർത്തനം. അത് വെറും ആലിമീങ്ങൾ മാത്രമല്ല അവിടെ ഒരുമിച്ച് കൂടുന്നത്. ക്യാമ്പുകളായി തന്നെയും സമ്മേളനങ്ങളായി തന്നെയും യുവാക്കൾക്ക് വേറെയുണ്ട്, അതേപോലെ പൊതുജനങ്ങൾക്ക് വേറെയുണ്ട്, അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേറെയുണ്ട്, അതിന്റെയും അപ്പുറത്ത് കർഷകർക്ക് വേറെയുണ്ട്, വ്യവസായികൾക്ക് വേറെയുണ്ട്, പ്രൊഫഷനുകൾക്ക് വേറെയുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളായ ഉദ്യോഗസ്ഥന്മാർക്ക് വേറെയുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെന്റിനറി കഴിയുന്നത് വരെ ഇനി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് വിശ്രമമില്ല. ഓരോ പരിപാടികളായി എവിടെയെല്ലാം ഏതെല്ലാം പരിപാടികൾ, ഈ എത്ര ലക്ഷക്കണക്കിന് ആലിമീങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയും ദുആയാണ് നമുക്ക് സെന്റിനറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തിയതിന്റെ പേരിലും സഹായം നൽകിയതിന്റെ പേരിലും ലഭിക്കാൻ പോകുന്നത്. അതൊരു വലിയ സമ്പാദ്യമാണ്. അതുകൊണ്ട് എല്ലാവരും ആ വിഷയത്തിൽ സജീവമായി ഉണ്ടാകണമെന്നും, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പാണ് ശൈഖുന ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞ റൂഹാണ് നമ്മുടെ സിറാജ് ദിനപത്രം. അതിന്റെ പ്രചരണത്തിലും നമ്മൾ സജീവമായി ഉണ്ടാകണം. അതിനെല്ലാവരും വരിക്കാരായി ചേരണം. നമ്മുടെ പ്രസ്ഥാനം നിലനിർത്താൻ നമ്മൾ തന്നെയാണ് ഉണ്ടാകേണ്ടത്. മറ്റുള്ളവരെയും കൂടി നമ്മിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. അകറ്റുന്ന സംസാരങ്ങളോ അകറ്റുന്ന സ്വഭാവങ്ങളോ നമ്മിൽ നിന്നുണ്ടാകരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണല്ലോ. ഒരാളെയും അകറ്റിക്കളയരുത്, എല്ലാവരെയും അടുപ്പിച്ചു കൊണ്ടുവരണം എന്നാണല്ലോ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾ പ്രവർത്തന രംഗത്ത് മുന്നേറണമെന്നുണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.